ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. അങ്ങനെ ഖലീഫ ട്രെയിലർ 8:30-ക്ക് എത്തിയിരിക്കുന്നു. എന്താണ് ഒരു ഗംഭീര ട്രെയിലർ എന്ന് തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ KGF-ൻ്റെയൊക്കെ കട്ടിങ്ങാണ് തുടക്കം കാണുന്നത്. ആ ട്രെയിലറിൽ 2 മിനിറ്റും 37 സെക്കൻഡുമുള്ള ആ ട്രെയിലറിൻ്റെ തുടക്കം തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം അങ്ങനെയാണ്. ആ ഒരു സ്റ്റോപ്പ് ചെയ്ത് ബ്ലാങ്കായി വരുന്ന കാര്യങ്ങൾ കാണുമ്പോൾ കറക്റ്റ് KGF-ൻ്റെ കട്ടിങ്ങാണ്. അത് അവിടെ നിൽക്കട്ടെ, അത് നമ്മളുടെ പലപ്പോഴും പല സിനിമകളുടെയും റെഫറൻസ് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പിക്കാം, ഇത് മലയാള സിനിമയുടെ മാറ്റത്തിൻ്റെ സമയമാണ് എന്നുള്ളതാണ്. ആ ഒരു ട്രെയിലർ കാണുമ്പോൾ തന്നെ ഹൈപ്പിൻ്റെ പാരമ്യത്തിൽ തന്നെ എത്തുകയാണ്. സിനിമ കാണണമെന്നുള്ള തോന്നൽ. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള സിനിമകൾ കാണുമ്പോൾ നമുക്ക് മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലെങ്കിൽ കാണാൻ തോന്നാറില്ല എന്നുള്ളത് ഏറെയും പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം വാസ്തവമാണ്. പക്ഷേ ഇവിടെ പൃഥ്വിരാജിൻ്റെ ഈ ഒരു സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ തീർച്ചയായും വല്ലാണ്ട് തിയേറ്ററിലേക്ക് എത്താനുള്ള ആ ഒരു ഓഫർ നമ്മൾ സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി തന്നെ ആളുകളെ ത്രസിപ്പിക്കുന്ന ലെവലിൽ, ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്ന ലെവലിൽ തന്നെ ആ ട്രെയിലർ എത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഇത് ഓണം തൂക്കുന്ന സംഭവമാകുമെന്നുള്ള ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് ട്രെയിലർ എത്തിയിരിക്കുന്നത്. ഗംഭീരമായിരിക്കുന്നു എന്നാണ്, വേറെ ഒന്നും തന്നെ പറയാനില്ല. മികച്ച രീതിയിലുള്ള ഓരോ സീക്വൻസ് കാണുമ്പോൾ നമുക്കറിയാം, ഡയറക്ടർ വൈശാഖാണ്, ജിനു എബ്രഹാം ഇന്നോവേഷനാണ് ബാനർ വന്നിരിക്കുന്നത്. പ്രൊഡ്യൂസ്ഡ് ബൈ ജിനു എബ്രഹാമും സുരാജ് കുമാറുമാണ്. അങ്ങനെ ആ ഒരു അമീർ അലി നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നമ്മളെ ഞെട്ടിക്കുന്നത് വേറെ ഒന്നുമല്ല, ഏതൊരു പ്രേക്ഷകനും അല്ലെങ്കിൽ ഒരുപാട് കമൻസിൽ കാണുമ്പോൾ എന്തോ ട്രെയിലറിനൊരു ചെരിവുണ്ട്, അത് ലാസ്റ്റ് ഒരു ആളുടെ കൈ വരുന്നുണ്ട്, എൽ ബ്രാൻഡ് മോഹൻലാലിൻ്റെ കൈ. അത് തന്നെയാണ് ആ ഒരു ട്രെയിലറിനെ ഏറ്റവും ആളുകളിലേക്ക് എത്തിക്കുന്നത്. അതെ, ഒരൊറ്റ കൈ കാണിച്ചാൽ ആ ഒരു കാര്യം മതി, അയാളുടെ വിരലുകൾ പോലും അഭിനയിക്കും എന്നുള്ളതിന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഏറെയും പ്രതീക്ഷയാണ്. എന്തായാലും ഞെട്ടിച്ചിരിക്കുന്നു ഈ ഒരു ട്രെയിലർ എന്ന് തന്നെ പറയാം. ഏതാനും ദിവസങ്ങൾ മാത്രം ഇനി ബാക്കി നിൽക്കുന്നു. വളരെ വൈകിയെന്ന് തോന്നുന്നു ഈ ഒരു ട്രെയിലറിന് വേണ്ടി. ഒരുപാട് നമ്മൾ കാത്തിരുന്നു ഈ ഒരു ട്രെയിലർ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ നിരാശപ്പെടുത്തിയിട്ടില്ല, ഗംഭീരമായിരിക്കുന്നു. ഒരു ഹോളിവുഡ് ടച്ചിലേക്ക് മലയാള സിനിമയുടെ ആക്ഷൻ സിനിമകൾ മാറുന്നു എന്നുള്ളതാണ്. എന്താണേലും മികച്ച രീതിയിലുള്ള എഡിറ്റിംഗ് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ആ ഒരു ട്രെയിലർ കട്ടിങ് ഗംഭീരം തന്നെയാണ്. മ്യൂസിക് ജെക്സ് ബിജോയാണ്, ജോയൽ ജോൺ, അതേപോലെ അഗസ്ത്യ രാഗ, ഇവരൊക്കെയാണ് മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. മ്യൂസിക് കമ്പോസ്ഡ് ബൈ എന്ന് പറയുന്നത് ജെക്സ് ബിജോയാണ്. അങ്ങനെ നമ്മൾ കാത്തിരിപ്പിനൊടുവിൽ മോഹൻലാലും അതേപോലെ പൃഥ്വിരാജും ചേർന്ന് ഈ പറഞ്ഞ ഖലീഫ പാർട്ട് 1 അങ്ങ് തുടങ്ങുമ്പോൾ മലയാളം തിയേറ്ററുകൾ മാത്രമല്ല എല്ലായിടത്തും ഈ ഒരു സിനിമ ആളിക്കത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ കാത്തിരിക്കാം. ട്രെയിലർ അതിഗംഭീരമെന്നാണ് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത്. മൾട്ടിപ്പിൾ ടൈംസ് കാണാൻ തോന്നി. അതുകൊണ്ട് തന്നെ ആദ്യ ദിനം തന്നെ ടിക്കറ്റ് എടുക്കണമെന്നൊരു തോന്നലും വന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ട്രെയിലർ ഇഷ്ടപ്പെട്ടു ഒന്ന് കമൻസിലൂടെ പറയാം. അപ്പോൾ ആദ്യ ദിനമാണോ അല്ലെങ്കിൽ ഏത് ദിനമാണ് നിങ്ങൾ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നതെന്ന് കമൻസിലൂടെ പറയാം. ഗ്രീൻ മീഡിയാസ്.